ഞങ്ങൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വന്നപ്പോൾ മുതൽ എൻ്റെ കൂടെ അഫ്സലും സാലിമൊക്കെ ഉണ്ട്. അതിൽ അഫ്സൽ പറയുന്നുണ്ട് ഇവിടെ എന്താണ് സാധനം എന്താ പറഞ്ഞ ഷീഖ് കബാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഷീഖ് കബാബ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് ആണ് ഷീഖ് കബാബ്. അപ്പോൾ അത് കണ്ടെങ്കിൽ ബാംഗ്ലൂർ തിരക്ക് കണ്ടെങ്കിൽ ആളുകൾ വാങ്ങാൻ ഇരിക്കാൻ പോലും സ്ഥലമില്ല. എന്താ ഷീഖ് കബാബ് എന്തോ ഒരു തിരക്കാണ്. എങ്ങനെ ഉണ്ട് തിന്നിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് കഴിക്കാൻ എന്നുള്ളതൊക്കെ നോക്കി പറഞ്ഞുതരാം. ഷീഖ് കബാബ് ഭയങ്കര ഫേമസ് ആണ്. भाई वो है शीख कबाब, ये कबाब, ये शीख कबाब बाजू में वो क्या है? വെറൈറ്റീസ് ഉണ്ടോ? ബീഫ് അടിപൊളി ഫുഡാണ്. भाई ये शीख कबाब, दिखाओ दिखाओ. ओ वाह वाह क्या मस्त आइटम है. ഇവിടെ സീറ്റൊന്നും ഇല്ല, അങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ നമ്മളത്. അപ്പോൾ ഷീഖ് കബാബ് വാങ്ങിയിട്ട് എല്ലാവരും റോഡ് സൈഡിൽ നിന്നിട്ട് കഴിക്കുകയാണ്. അതല്ല നമ്മുടെ ഭായിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണിത്. क्या बोलते हैं इसको भाई? ഷീഖ് കബാബ്. അതേക്കോ ഷീഖ് കബാബ്. അതായത് ആ മസാല മേൽ ഇത് ഇതാക്കി അത് നേരെ നമ്മുടെ കമ്പിയിലൊക്കെ കോർത്ത് ഭയങ്കര തിരക്കാട്ടോ. ഇവിടെ ഫുള്ള് ക്യൂ ആണ്, ആൾക്കാർ ഫുള്ള് ക്യൂ ആണ്. അത് ഇദ്ദേഹം ഭായ് ആപ്കെ നാം ക്യാ? റബിയുള്ള ഭായ്. ഈ ചൂടത്ത് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റട്ടോ, നല്ല ചൂടാണ്. ആ ചൂടത്ത് ഇങ്ങനെ കെട്ടത്ത് ഇങ്ങനെ കബാബ് ഷീഖ് കബാബ് ഇങ്ങനെ ആണ്. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രൈ തുടങ്ങി ഞങ്ങളും വാങ്ങി ഇവിടെ അദ്ദേഹം പാക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ എത്ര എണ്ണയാണെന്ന് അറിയാം. ഞങ്ങളിവിടെ ഈ നിൽക്കുന്ന സമയം കൊണ്ടിട്ട് എത്ര എണ്ണയാണ് പോകുന്നത്. സാലിമും നമ്മുടെ അഫ്സലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങി. അപ്പോൾ അത് ഇങ്ങനെ ഇത് കാണുമ്പോൾ നല്ല രസമായിട്ടാണ്, നല്ല ചൂടുള്ള ഷീഖ് കബാബ്. അഫ്സൽ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയ മുതൽ പറയുന്നുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ഇത് നമ്മൾ ട്രൈ ചെയ്യണം, ഇത് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 100 കണക്കിന് ഇതിങ്ങനെ പോർത്ത് പോകൊണ്ടിരിക്കുകയാണ്. അവർ സ്പീഡായിട്ട് നല്ല സ്പീഡായിട്ട് അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇർഷാദും ഇവരൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ബാംഗ്ലൂർ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഷീഖ് കബാബ്. വേറെ ഐറ്റംസ് ഉണ്ട്, പക്ഷെ വേറെ സ്പെഷ്യൽ ഇതാണ്. ഇതിങ്ങനെ 100 കണക്കിന് പീസ് ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ 10-15 മിനിറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്, ബീഫിൻ്റെ ഐറ്റമാണ്. അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ ട്രൈ ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം, വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കാൻ വയ്യ, കൂടുതൽ നേരം നിൽക്കാൻ വയ്യ. അവരെങ്ങനെ നിൽക്കണമെന്ന് അറിയില്ല, അത്രയും ചൂടാണ്. ഇവിടെ ഉണ്ടാക്കി ചെയ്യണ്ട. गरम नहीं करेगा ना, इधर उधर करेगा. ബാംഗ്ലൂർ ഇതെന്ത് കോളേജാടാ? ബോൾഡ്വിൻസ് കോളേജിന്റെ തൊട്ടടുത്താണ് സിദ്ദീഖ് റെസ്റ്റോറന്റ് എന്ന് പറയാം. അങ്ങനെ ഔദ്യോഗിക പേരൊക്കെ, പക്ഷെ ഒടുക്കാത്ത റെസ്റ്റോറന്റ് കിട്ടാൻ തന്നെ നമ്മൾ ക്യൂ വേണം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇത് വാങ്ങിച്ച് ഇപ്പോൾ ഞാൻ കണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കണൊക്കെ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. എന്താ മാഷാഅല്ലാ, നല്ല സൂപ്പർ സാധനം. നമ്മുടെ ഷവർമേനേക്കാളൊക്കെ നല്ല ടേസ്റ്റ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അല്ല നമ്മുടെ ഗരം ഇത് രാജാവ് ഗരം മഴ ഇങ്ങനെ ചാനുണ്ട്. ഗരം അപ്പോൾ അഫ്സലിനോട് രാവിലെ മുതലേ പറയേണ്ടത് ഇതാക്കാം, നമുക്ക് ഇതിങ്ങനെ ഈ ഷീഖ് കബാബ് കഴിക്കാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എക്സ്പോ സെൻറ്ററിൽ നിന്ന് ഏകദേശം 10-23 കിലോമീറ്റർ ട്രാഫിക്കിൽ മെനക്കെട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നതിന് കാര്യമുണ്ട്, 50 രൂപ. അപ്പോൾ ആ ലൊക്കേഷനൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിയാണെങ്കിൽ എത്രത്തോളം ആളുകളാണ്. ഇങ്ങനെ ആൾക്കാർ കംപ്ലീറ്റ് അവിടെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. മലയാളത്തിൽ പറയാം. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ.
അതായത് ബാംഗ്ലൂരിലെ ഫേമസ് ഷീഖ് കബാബിന്റെ ഓണറാണ് ഇദ്ദേഹം. അപ്പൊ ഞങ്ങള് അഫ്സൽ 10 കൊല്ലം മുമ്പ് इधर मॉडल में था तो उसके याद में वो बोल रहा था उधर जाना 28 किलोमीटर से दूर से आ रहा हम लोग ये खाने के लिए. आज सुबह में इधर आ गया, फिर आज सुबह से ये बोल रहा है उधर जाना है. तो फिर भी ये आपको मालूम है बैंगलोर का ट्रैफिक और सब छोड़ को इधर आ गया ये खाने के लिए. वो लोग लंदन से आए. लंदन से आया. मैं लेके आया हूँ. उनका भी दिखाओ. देखो हाँ. दुनिया का हर कोने में इधर आदमी आता है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആളുകളോട് എല്ലാവരും കാണാൻ വെറുതെ ലാണ്ട് നോക്കി ഫോറിനേഴ്സ് ലണ്ടനിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ അവർ കേൾക്കാൻ വന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് ഇദ്ദേഹം. വളരെ ലാളിത്യവാനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ ഇവിടുന്ന് ഷീഖ് കബാബ് ട്രൈ ചെയ്യണം. ഇവരുടെ പെരുമാറ്റമാകട്ടെ ഫുഡാകട്ടെ വളരെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് സാധനം. അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ മറക്കരുത്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഇരിക്കാനും പിടിക്കാനും വലിയ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആവശ്യമില്ല. ഈ ഒരു ഡയറ്റിൽ വന്നിട്ട് വേണം കഴിക്കാൻ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കാശിന് മൂല്യമായിട്ടുള്ളൊരു സാധനമാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല ഹൈജീനിക് ഒക്കെയാണ്. കभी കൊല്ലായ दुकान कितना साल पहले 26 ईयर. जब से अब तक यही है रश है, हर टाइम में रश है. तो फिर आप आपके साथ बच्चे आपका बेटा है कैश सब फैमिली का साथ. अब इधर क्या बैंगलोर का ये ഇവിടെ നടത്തിയിട്ട് 26 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനമുണ്ട്. അദ്ദേഹത്തിന്റെ മകനുണ്ട്, പെങ്ങളെ മകനുണ്ട്, അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവിടെ കാണുന്ന സ്റ്റാഫൊക്കെ അവരുടെ റിലേറ്റീവ്സ് തന്നെയാണ്. ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് മകനാണ്. അപ്പോൾ ഒരു ഫാമിലി സ്ഥാപനം തന്നെ വരും, ഒരു കുടുംബ സ്ഥാപനം തന്നെ വരും. വാങ്ങി കഴിച്ചു പോകുന്ന ആൾക്കാർ സംതൃപ്തരാണ്. കുറച്ച് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ സംതൃപ്തരാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ട് സ്പോട്ടാണ് ഈ ഷീഖ് കബാബ്. ഈ ദുക്കാൻ്റെ പോയി നാമ സിദ്ദീഖ് കബാബ് സെന്റർ. ബോർഡൊന്നുമില്ല, പക്ഷെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും ലൊക്കേഷൻ. ഗൂഗിളിൽ സിദ്ദീഖ് കബാബ് സെന്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. അപ്പം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.